നിന്റെ നാദനങ്ങൾ ആളൊക്കെ കൊള്ളാം. പക്ഷെ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയല്ല ടീച്ചറാണെന്ന് ആളിന് മനസ്സിലായില്ലേ? ആളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ അങ്കിളിന് ഒരുപാട് മനപ്രയാസമുണ്ട് ടീച്ചറെ. അങ്കിളിന് ഒരു മകനുണ്ടായിരുന്നു. അവനെ കുട്ടിയായിരുന്നപ്പോഴേ അവനെ അങ്കിളിന് നഷ്ടപ്പെട്ടു. അതിന്റെ സങ്കടത്തിൽ അങ്കിള് ജീവിക്കുന്നത്. അതുകൊണ്ടുകൂടിയാ അങ്കിളിന് തന്നെ ഇത്രയും ഇഷ്ടം. ആ മകൻ എന്റെ പ്രായം അത്രേ. ഓ പാവം മനുഷ്യൻ. വാ നമുക്ക് ക്ലാസ്സിൽ പോ. വന്നേ. ആരതി, നീ ഇങ്ങനെ ഉറങ്ങിയിരിക്കാതെ ആ ഉള്ളി ഒന്ന് തൊലിച്ചെടുക്ക്. ആഹാ, അപ്പൊ ഉത്സാഹ കമ്മിറ്റിക്കാർ പണി ആരംഭിച്ചു അല്ലേ? ശരി, അപ്പൊ എല്ലാരോടുമായി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ മാംഗല്യ ഭോജനം എന്ന് പറയുന്നത് ആരൊക്കെ കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ല. എന്നാ കേട്ടോ. നവവധുക്കൾ, അതായത് പുതുപുത്തൻ ഭാര്യമാര് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം സ്വന്തം ഭർത്താവിന് വിളമ്പി കൊടുക്കുന്നു. അതുവഴി ഭാര്യയുടെ കൈപുണ്യം ഭർത്താവിന് ബോധ്യപ്പെടണം. അതാണ് ഈ മാംഗല്യ ഭോജനം. മനസ്സിലായോ? ഓ അങ്ങനെ. ഇതൊക്കെ കണ്ടുപിടിച്ചവന്മാരെ സമ്മതിക്കണം. വേറെ ഒരു പണിയും ഇല്ലായിരുന്നു തോന്നുന്നു കാരണവന്മാർക്ക്. അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. ഭാര്യ ഭർത്താവിന്റെ മനസ്സിലേക്ക് കിടക്കുന്നത് അവന്റെ വയറ്റിലൂടെയാണെന്ന് പണ്ടുള്ള ഇതേ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. സത്യമാണത്. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെ കുടുംബത്തില് ഒരു മാതിരി സമാധാനം ഉണ്ടായതായി കണക്കാക്കാം നമുക്ക്. അതിന് വലിയ സാമർഥ്യമൊന്നും വേണ്ട. പാചകം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. പക്ഷേ മനസ്സുണ്ടാവണമെന്ന് മാത്രം. അതാണ് പ്രധാനം. അപ്പോഴേ എപ്പോഴാ ഈ മാംഗല്യ ഭോജനം ഉണ്ടാക്കണ്ടേ? ഇവിടെ ഇപ്പോ 2 കല്യാണമല്ലേ നടന്നിട്ടുള്ളൂ. 2 കപ്പിൾസ്. അതിൽ ഒരു കപ്പിൾ സ്ഥലത്തില്ല. അവര് വരണം. അല്ല, ഏട്ടനും ഏട്ടത്തി ഇപ്പൊ വരില്ല? ഇപ്പൊ വരും. അച്ഛനെ സ്കൂളിൽ വിട്ടിട്ട് വരാനുള്ള നേരം കഴിഞ്ഞല്ലോ. അവര് വേറെ എവിടെയെങ്കിലും കയറി കാണും. എന്തായാലും അഞ്ജലിയും പ്രസാദും വന്നാലേ മാംഗല്യ ഭോജന പാചകം തുടങ്ങാൻ പറ്റൂ. സോറി പ്രസാദേട്ടാ. അഞ്ജലി, സ്കൂളിന്റെ നടയിൽ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നു. അച്ചൂട്ടന് കളർ ബോക്സ് വാങ്ങി ഞാൻ തിരികെ വരുമ്പോ താൻ പരിഭ്രമത്തോടെ റോഡിലേക്ക് ഇറങ്ങായിരുന്നു. ആരെയോ കണ്ട് പേടിച്ചതുപോലെ. പിന്നെ അവിടുന്ന് ഇവിടെ എത്തും വരെ കമാന്ന ലക്ഷണം താൻ മീണ്ടിയിട്ടില്ല. ഇപ്പതാ പരിസരബോധം ഇല്ലാതെ സ്വയം നഷ്ടപ്പെട്ട് കൈക്ക് ബലം പോലും ഇല്ലാത്ത അവസ്ഥ. എന്തു പറ്റി തനിക്ക്? സോറി പ്രസാദേട്ടാ, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതെ, അതാണ് പ്രശ്നം. അഞ്ജലി എന്തൊക്കെയോ മനസ്സിലിട്ടിരിക്കുന്നു.
അതൊക്കെ ഇങ്ങനെ നിരന്തരം ചിന്തിക്കുന്നു. അതിന്റെ പേരിൽ ടെൻഷൻ ആവുന്നു. ഞാനൊന്നും അറിയുന്നുമില്ല. ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തോട് തനിക്ക്. അങ്ങനെ ഷെയർ ചെയ്താൽ എല്ലാവരുടെ ടെൻഷനും ഒഴിവാവും. അഞ്ജലിയുടെ ക്ഷേമവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ. എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞോട് തനിക്ക്. ഏയ് ഒന്നുമില്ല പ്രസാദേട്ടാ. പിന്നെ ചില പ്രശ്നങ്ങളുള്ളത് ഞാനത് നേരത്തെ പ്രസാദേട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സമയം എത്തുമ്പോ എല്ലാം തുറന്നു പറയാമെന്ന്. പ്ലീസ് എനിക്ക് കൂടുതൽ പ്രഷർ തരരുത്. ഞാൻ ഡൗൺ ആയി പോവും. ശരി ശരി, ഒക്കെ അഞ്ജലിയുടെ ഇഷ്ടം. ഞാനായിട്ട് ഇനി തന്നെ ഡൗൺ ആക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ കല്യാണ പിറ്റേന്ന് എന്തൊക്കെയോ കലാപരിപാടികൾ ഒരുക്കുന്നുണ്ട് പുഷ്പേട്ടൻ. വാ നമുക്ക് അകത്തേക്ക് കയറാം. വാ കുട്ടി. പുഷ്പ ചേട്ടാ. ആ വന്നല്ലോ. വരൂ. ആഹാ, നിങ്ങൾ കൊള്ളാം കേട്ടോ. അവിടെ സ്കൂൾ വരെ പോയിട്ട് വരാൻ ഇത്രയും സമയം എടുക്കോ? അവിടെ ചെന്നപ്പോ മറ്റു ചില ആവശ്യങ്ങള്. വരുന്ന വഴിക്ക് പ്രസാദേട്ടനൊരു കടയിലും കയറി. അങ്ങനെയാ സീതമ്മയെ താമസിച്ചത്. ആ സാരമില്ല, പോട്ടെ. ദാ അരിയലും നുറുകലും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നവവധുക്കളുടെ റോളാണ്. 2 പേർക്കും അടുക്കളയിലേക്ക് പ്രവേശിക്കും. അരിയിടണ്ടേ സീതമ്മേ? വേണ്ട, അരി ഞാൻ പുറത്തെ വിറകടുപ്പിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി നോക്കിയാ മതി നിങ്ങള്. ആ അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ മാംഗല്യ ഭോജനത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ സീതമ്മയും ആരെയും കൂടെ ചെയ്യട്ടെ. ഞാനും സഹായിക്കാം. നവവധുക്കളായ അഞ്ജലി ആരതിയും ചെയ്യേണ്ടത് സദ്യയിലെ പ്രധാന ഐറ്റമായ പായസം ഉണ്ടാക്കലാണ്. ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം തങ്ങളുടെ ഭർത്താവിന് വേണ്ടി രുചികരമായ പായസം ഉണ്ടാക്കാൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പായസം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ശരി പുഷ്പൻ ചേട്ടാ, മനസ്സിലായി. എന്താ ആരതി ഒന്നും മിണ്ടാത്തത്? പറഞ്ഞത് നീ കേട്ടതല്ലേ? കേട്ടു. എന്നാൽ ബാക്കിയുള്ളവർ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് പോട്ടെ. അഞ്ജലി ആരതി ഇവിടെ പായസം റെഡിയാക്കട്ടെ. എല്ലാവർക്കും ഇവിടെ ചുമതല വിഭജിച്ച് നൽകിയ സ്ഥിതിക്ക് നിനക്കിവിടെ ഒരു ഡ്യൂട്ടിയും ഇല്ല. ഇറങ്ങി വെളിയില് കടക്ക് പുറത്ത്. അത് പുഷ്പൻ ചേട്ടാ, തേങ്ങാപ്പാൽ പിഴിയാനോ കടുക് വറുക്കാനോ മുളക് പിച്ചാനോ ഉപ്പ് നോക്കാനൊക്കെ ഞാനും കൂടെ ഒന്ന് സഹായിക്കാനായിട്ട്. അത് വേണ്ട. ബാക്കിയൊക്കെ ചെയ്യാൻ അവർക്കാകുമെങ്കിൽ മുളക് പിക്കലും ഉപ്പ് നോക്കലും അവര് തന്നെ ചെയ്തോളും. നീ വെളിയിറങ്ങ്, അല്ലെങ്കിൽ ചട്ടുക പഠിപ്പിച്ച് നിന്റെ ചന്തി വെക്കും. അയ്യോ നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ. വാ പറയട്ടെ. എന്താ ചേട്ടാ? ഇഷ്ടങ്ങൾ ഏകപക്ഷീയമാവുമ്പോ ദുഃഖങ്ങളുണ്ടാവും. അത് സ്വാഭാവികം.
ഇപ്പോഴതിന്ന് ഒഴിഞ്ഞു മാറിയിട്ടല്ല, ഇഴുകി ഇടകലർന്നിട്ട് വേണം പരിഹാരം ഉണ്ടാക്കാൻ. ഏട്ടനെന്താ എന്നെ വിളിച്ചെടുത്ത് സാഹിത്യം പറയുന്നേ? സാഹിത്യമല്ല, സത്യം. പറയുന്ന ഭാഷയ്ക്ക് മാറ്റമുണ്ടെന്നേ ഉള്ളൂ. നിന്റെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ആരതിയോട്ടുള്ള നിന്റെ ഇഷ്ടം അത് കലർപ്പില്ലാത്തതാ. പക്ഷെ അതിന്റെ മാറ്ററിയാനുള്ള പക്വത അവൾക്കായിട്ടില്ലെന്ന് കരുതിയാൽ മതി. അങ്ങനൊരു മനസ്സുണ്ടാവുമ്പോ ഈ സ്വഭാവമൊക്കെ വെടിഞ്ഞ് അവൾ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതെനിക്ക് ഉറപ്പാ. സാരമില്ല ഏട്ടാ, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മതി, ആ ശ്രമം വിജയിക്കും. പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്, 2 കൈ ചേർത്തടിച്ചാലേ ശബ്ദം ഉണ്ടാവൂന്ന്. അവളിങ്ങനെയൊക്കെ പെരുമാറുമ്പോ അതേ നാണയത്തിൽ നീ പ്രതികരിച്ചാൽ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. അത് നീറി ഇങ്ങനെ നിൽക്കും. എന്നാ നീ ഒന്ന് ക്ഷമിച്ചു കൊടുത്താ നീരസങ്ങൾ പതിയെ കെട്ടടങ്ങും. ഒരു കൈ വീശി വീശി ക്ഷീണിക്കുമ്പോ അവളും അടങ്ങും. അത്ര തന്നെ. ദാ, ഇതൊരു കൊച്ചു സമ്മാനം. ഇന്ന് മംഗല്യഭോജനം ഉണ്ടാക്കി അവള് നിനക്ക് മധുരം തരുമ്പോ നിന്റെ സമ്മാനമായി നീ ഇത് അവൾക്ക് കൊടുക്കണം. സന്തോഷത്തിന്റെ ദിവസങ്ങൾ വൈകില്ലെന്ന് തന്നെ വിശ്വസിക്കുക. നല്ലത് പ്രതീക്ഷിച്ചാൽ നല്ലത് നടക്കും. നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. എന്താ? ാക്കി നല്ല പായസം ഉണ്ടാക്കി അവന് കൊടുക്കാൻ നോക്ക്. അവന്റെ നാവിലൂറുന്ന മധുരമാ നിന്റെ മനസ്സിലെ പ്രേമമായിട്ട് മാറാൻ പോകുന്നത്. അവന് ഞാൻ മധുരൂർന്ന പായസം തന്നെ കഴിപ്പിക്കും. പായസം കഴിപ്പിച്ച് നിന്റെ പ്രേമം അങ്ങ് ഉണർത്തും. എല്ലാരും കാത്തിരുന്നാ മതി. ആ, കഴിഞ്ഞെങ്കി തീ അണച്ചോളൂ. പായസം ഇപ്പൊ തന്നെ കൊടുക്കണോ സീതമ്മേ? വേണ്ട, ഊണ് വിളമ്പിയ ശേഷം കൊടുത്താൽ മതി. 5 വെച്ച പായസം പ്രസാദിനും, ആരതിയുടെ പായസം മുരളിക്കും. ഇപ്പൊ അത് അടച്ചു വെച്ചേക്ക്.
അവന്റെ ഒരു പ്രേമവും കരുതലും മണ്ണം കട്ടെ അവൻ തന്നെ സ്വയം അനുഭവിച്ചാൽ മതി. എനിക്കങ്ങും വേണ്ട. ഇപ്പൊ വരും. നമസ്കാരം സാർ. നമസ്കാരം. ആരാ മനസ്സിലായില്ല? സാർ, ഞാൻ മാത്യൂസ് മോനായി, എക്സ് മേയർ ഉപേന്ദ്ര വർമ്മ സാറിന്റെ PS ആണ്. ഓ, ഹലോ മാത്യൂസ്. ഹൗ ആർ യു? ഹലോ, ഫൈൻ സാർ. വന്നിട്ട് നേരം കുറെ ആയി. സാറിന് നേരിട്ട് കണ്ടിട്ടേ പോവുള്ളൂ നിർബന്ധം. ചായ കൊടുത്തു, കുടിച്ചു. വരും മിസ്റ്റർ മാത്യൂസ്, ഇരുന്ന് സംസാരിക്കാം. താങ്ക് യു സാർ. എനിക്ക് ഉടനെ പോണം. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് നൗ. ഇതാ സാർ, ഇത് നേരിട്ട് തരാനാ ഞാൻ വന്നതും ഇത്രയും നേരം കാത്തിരുന്നത്. എന്താ ഇത്? വർമ്മ സാറിന്റെ നേതൃത്വത്തിൽ യുവ സംരംഭകർക്കുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഫംഗ്ഷനാ. ഓ യെസ് യെസ്, ആ ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് വർമ്മ സാർ പറഞ്ഞിരുന്നു. എത്ര എതിർത്തിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. അതെ സാർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ മീറ്റിംഗ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. സാറ് ഗസ്റ്റായിട്ട് പങ്കെടുക്കണം. ആ ഫംഗ്ഷന്റെ ഇൻവിറ്റേഷൻ കാർഡാണിത്. നേരിട്ട് കയ്യിൽ തന്നെ കൊടുത്തേ പറ്റൂന്ന് സാറ് നിർബന്ധം പറഞ്ഞിരുന്നു. വർമ്മ സാർ സാറിനെ വിളിക്കും. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് സംസാരിച്ചോളാം. ഓക്കെ? ശരി സാർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഓക്കെ ഓക്കെ സാർ. ഓ മൈ ഗോഡ്, ഒരാളുടെ ഫോട്ടോ കീറിയല്ലോ. 18th അവാർഡ് സെറമണി. പ്രസാദിനും അഞ്ജലിക്കും. അത് കൊള്ളാലോ. ഇതിപ്പോ നമ്മുടെ അച്യുതിന്റെ അമ്മയച്ഛനാണോ? അതെ, അച്ഛനെ പോലെ തന്നെ പ്രോമിസിംഗ് ആയ ചെറുപ്പക്കാര്. അത്തരക്കാർക്ക് വേണം ഇത്തരം അവാർഡുകളൊക്കെ ലഭിക്കേണ്ടത്. സാറ് പോകുന്നുണ്ടോ ഫംഗ്ഷന്? പിന്നെ പോണ്ടേ? ആ, വർമ്മ സാർ ക്ഷണിച്ചാൽ പോവാതിരിക്കാനാവില്ല. ഇത് ഞാൻ സന്തോഷത്തോടെ പോകും. നീ ഈ ഡേറ്റും ടൈമും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ദാ. 18th അവാർഡ് സെറമണി ഏപ്രിൽ 5-ാം തീയതി. ഏപ്രിൽ 5 3:30. സൂപ്പർ, എല്ലാം റെഡിയായല്ലോ. ആരവിടെ? ആദ്യം നവദമ്പതിമാർ വന്നിരിക്കട്ടെ. മടിക്കാതെ ഇരുന്നോളൂ. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഇടത് ഭാഗത്തിരിക്കണം.
ആരതി എന്താ പഠിച്ചു നിൽക്കുന്നത് ചെന്നിരുന്നേ ഇരിക്കാരതി മോളെ